ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എങ്ങനെ ഇവിടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഇത് നല്ല ടേസ്റ്റിയാണ്. നല്ല ഫ്രൈ പൊട്ടറ്റോ ഇതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഞാനിത് കാണിച്ചു തരാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടോടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതെങ്ങനെ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന പൊട്ടറ്റോ മെഴുക്കുവരട്ടി. അതിന് ചേരുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. പൊട്ടറ്റോ 2 പൊട്ടറ്റോ വേണം. പിന്നെ നമുക്ക് പാരച്യൂട്ട് ഓയിൽ, പിന്നെ ഉപ്പ്, 2.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കരിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പിന്നെ റെഡ് ചില്ലി, ഡ്രൈ റെഡ് ചില്ലി, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി, പിന്നെ കടുക്. ഇനി നമ്മൾ കടായി ഒന്ന് ചൂടാക്കുക. കടായി ചൂടാക്കിയിട്ട് നമ്മൾ ഇതിൽ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കണം. പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇടാം. 1 ടേബിൾ സ്പൂൺ കടുക് ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. എല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കണം. വെളുത്തുള്ളി ചേർത്തിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് ചില്ലി ചേർക്കാം. റെഡ് ചില്ലി ചേർത്തിട്ട് നമുക്കിനിയും ഉള്ളി ചേർക്കാം. നമുക്ക് ഉള്ളി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളി ഒന്ന് വാടുന്ന വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോഴത്തേക്ക് കരിവേപ്പില ചേർത്തിടാം. അപ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പില ഇടാം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ഇതെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് അടി മൂത്ത് പോവും. അപ്പോൾ കൂടെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാം കരിയാതെ നമുക്ക് അത് ഇളക്കണം. ഈ ഉള്ളി ഒന്ന് വാടുന്ന വരെ നമുക്കത് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടറ്റോ എല്ലാം ഇടാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് സ്പൈസസ് ഇതിലിപ്പോൾ ഇടാം. അതിന് ഇപ്പം നമുക്ക് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഇടാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞളും, ഇതെല്ലാം നമുക്കിപ്പോൾ യോജിപ്പിച്ചെടുക്കാം. എല്ലാം നമുക്ക് പൊട്ടറ്റോയ്ക്കകത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഞാനിതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഇത് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു 7-8 മിനിറ്റ് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടെ നമ്മളത് ഇളക്കിയെടുക്കണം. എന്നാലേ നമുക്കത് ശരിയായിട്ട് മൂട്ടിപ്പിടിക്കാതെ അത് നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ്, ഏകദേശം ഒരു 10 മിനിറ്റ്, അതിൻ്റെ വലിപ്പം അനുസരിച്ച് പൊട്ടറ്റോ മൂത്ത് വരും. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ. പിന്നെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ട് ഉള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി, പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.